ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ആനിമൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഹോഴ്സിനെ വരയ്ക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ഒരു ഓവൽ ഷേപ്പ് പോലെ, ഒരു റൗണ്ടും ഒരു ഓവലൊക്കെ കൂടുന്ന ഈ ഒരു ഷേപ്പിൽ ഒന്ന് വരക്കുക. അതിൻ്റെ ഹെഡിൻ്റെ പോർഷനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് ഏറ്റവും തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത്രക്കും ലളിതമാക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും കാണിക്കുന്നത്. ഇതുപോലെ ആദ്യം വരക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പിൽ ഇതിൻ്റെ ഹെഡിൻ്റെ പോർഷൻ ബ്ലോക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ കണ്ണിൻ്റെ പോർഷനാണ്. ഇനി അവിടെ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരക്കുക, ഇതുപോലെ. ഇനി അതിൻ്റെ ലെങ്ത്ത് നോക്കണം. ഇനി ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കുന്നുണ്ട്, തൊട്ടടുത്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി ആ പോയിൻ്റിൽ നിന്ന് അടുത്ത പോയിൻ്റിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് ലൈൻ ഇസ് എ ഡോട്ട് വെൻറ്റ് ഫോർ എ വോക്ക് എന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു സ്വിസ് ആർട്ടിസ്റ്റ് പോൾ ക്ലി അഭിപ്രായപ്പെട്ടതാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി ഈ ഒരു ഷേപ്പിൽ നിന്ന് കണക്ട് ചെയ്യുക. ലൈൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഷേപ്പായിട്ട് മാറും, കണ്ടില്ലേ? നമ്മൾ ആ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ലൈൻസ് കിട്ടി. പിന്നീട് ലൈൻസുകൾ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ ഷേപ്പായി മാറുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെ ഫേസ് വരയ്ക്കാനുള്ള എളുപ്പ വഴികളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ ഒരു പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുക. ഇനി ചെവിയുടെ പോർഷൻ ഒരു ട്രൈയാങ്കിൾ പോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ചെവി കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. ട്രൈയാങ്കിൾ ഒരു ത്രികോണം പോലെ, എല്ലാം ബേസിക് ഷേപ്പുകളാക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ബിഗിനറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഔട്ട്ലൈൻസ് കറക്റ്റ് ചെയ്തെടുക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും, വരയ്ക്കാൻ കഴിയും. ഇനി ഇവിടെ നിന്നൊരു കർവ് പോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുക, കണ്ടില്ല? നമ്മൾ മാത്സൊക്കെ പഠിക്കുമ്പോൾ ചാപം വരയ്ക്കാറുണ്ട് പണ്ട് സ്കൂളിലൊക്കെ, കോമസൊക്കെ ഉപയോഗിച്ച്. അതുപോലെ ഒന്ന് വരക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഞാനൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുതിരയുടെ ഒരു ചെറിയൊരു ഐഡിയ മനസ്സിലാവുന്നുണ്ട്. ഇതിനെ വേണം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ. ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്കണം. ഞാനതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്, കണ്ടില്ല? ഞാനിപ്പോൾ 2B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ മാർക്കൊന്നും ഞാൻ ഇറേസ് ചെയ്ത് കളയുന്നില്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞാനൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നോ രണ്ടോ പോയിൻ്റ് കുറച്ച് മാറിയിട്ട് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ വരച്ച ഈ ഒരു ഷേപ്പിൻ്റെ അകത്തൂടെ അതിൻ്റെ എക്സാക്റ്റ് ഷേപ്പ് കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് നോക്കുക, സാവധാനം വരക്കുക. നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്തോളൂ, എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇത് ഏറ്റവും നമ്മൾ 5-10 മിനിറ്റിനുള്ളിൽ റെഡിയാകണം എന്ന് വിചാരിച്ച് ചെയ്താൽ ഒരിക്കലും റെഡിയാകില്ല. ഇതിന് നല്ല സമയം ആവശ്യമാണ്. ഇതുപോലെ മാർക്ക് ചെയ്യുക, കണ്ടില്ലേ? ആ ഒരു ബേസിക് ഷേപ്പിൽ നിന്ന് അതിൻ്റെ എക്സാക്റ്റ് ഷേപ്പിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വരച്ചെടുക്കുക. അതിൻ്റെ വായയുടെ പോർഷൻ ഞാനൊന്ന് ഷേപ്പ് അനുസരിച്ച് വരയ്ക്കുന്നുണ്ട്. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യുക. അതേപോലെ തന്നെ അമർത്തി വരയ്ക്കാൻ പാടില്ല, അത് ഡാമേജ് വരും പേപ്പർ. മാത്രമല്ല ചിത്രം അത്ര ഭംഗിയാവില്ല. ലൈറ്റായിട്ട് വേണം വരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കട്ടി കൂട്ടി വരക്കുന്നത്. ചെവി വരയ്ക്കുന്നുണ്ട്. ചെവിയുടെ പോർഷൻ ഒന്ന് വ്യക്തമാക്കിയെടുക്കാം. ഇനി ഈ ഒരു ഭാഗവും അതിൻ്റെ എക്സാക്റ്റ് ഷേപ്പ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിലേക്ക് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഏത് ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിലും ബേസിക് ഷേപ്പുകളാക്കി തിരിച്ച് വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് ഷേപ്പ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ
കറക്റ്റ് പ്രൊപ്പോർഷനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. നമ്മളുടെ പേപ്പറിൽ എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എൻഡ് ചെയ്യണം എന്നുള്ളൊരു കറക്റ്റ് അക്യൂറസി നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇനി ഈ ഒരു പോർഷൻ നോക്കുക, കണ്ടില്ലേ? ഒരു ഓവൽ ഷേപ്പും ഒരു ചതുരവുമൊക്കെ വരച്ചിട്ടാണ് നമ്മളിത് ബിൽഡ് ചെയ്തെടുത്തത്. ഇനി ആ കണ്ണിൻ്റെ ഷേപ്പ് ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു ചെറിയൊരു റൗണ്ട് കൊടുത്തു. ഇനി അതിൻ്റെ മേലെ കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ആകൃതി കൊണ്ടുവരാനായിട്ട് കഴിയും. ഇനി ഐബോള്, കണ്ണിൻ്റെ കൃഷ്ണമണി, അത് മുഴുവനായിട്ട് ഞാൻ ഡാർക്ക് ചെയ്യുന്നില്ല. അവിടെ ഞാനൊരു വൈറ്റ് സ്പോട്ട് ഒഴിച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം. നമുക്ക് സാവധാനം ചെയ്താൽ മതി. ഈ ഒരു ഭാഗത്ത് ഇനി നമുക്ക് സാവധാനം ചെയ്യാം. ഇനി മൂക്കിൻ്റെ പോർഷൻ ഒന്ന് ഔട്ട്ലൈൻ ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ നോക്കണം. ആ മൂക്കിൻ്റെ നോസ്ട്രിൽ, ആ മൂക്കിൻ്റെ ദ്വാരം അധികം വലുതായി പോകാൻ പാടില്ല. കണ്ടില്ലേ? ആ കണ്ണിൻ്റെ ആ ഒരു റൗണ്ട് ഇതൊക്കെ നോക്കി അതിൻ്റെ സൈസൊക്കെ നമ്മൾ മാച്ച് ചെയ്യണം. നമ്മൾ വരച്ച ഔട്ട്ലൈൻ ഓക്കെ ആണോ, സൈസ് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ മാർക്ക് ചെയ്യാൻ. ഇനി അതിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസുകൾ ഞാൻ ഒഴിവാക്കി. ഇനി നമുക്കതിൻ്റെ എക്സാക്റ്റ് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. ഇനി കണ്ണ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുഴുവനായിട്ടും ഡാർക്ക് ചെയ്യരുത്. അവിടെ ഒരു ചെറിയൊരു ഹൈലൈറ്റിൻ്റെ പോർഷൻ ഒഴിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾക്കങ്ങനെ ഒഴിച്ചിടാൻ പറ്റുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം മുഴുവനായിട്ടും കവർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വൈറ്റ് സ്പോട്ട് ഇറേസ് ചെയ്തെടുക്കാനും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുമല്ലെങ്കിൽ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തുകൊണ്ട് ചെറിയൊരു വൈറ്റ് സ്പോട്ട് മാർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഒരുപാട് വഴികളുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഞാൻ അവിടെ വൈറ്റ് സ്പോട്ട് ഒഴിച്ചിട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, പേപ്പർ വൈറ്റ്. ഇവിടെ ഞാൻ കൂടുതൽ ടൂൾസോ മെറ്റീരിയൽസോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു പെൻസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഐബ്രോയുടെ പോർഷൻ, ഐബ്രോ അല്ല, ആ കണ്ണിൻ്റെ മേലെയുള്ള ഒരു ചെറിയൊരു കട്ടിങ് ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തു. ഇനി തൊട്ടടുത്തുള്ള പോർഷൻ ഒന്ന് വരയ്ക്കുന്നുണ്ട്, കുതിരയുടെ മുടിയുടെ പോർഷൻ. എന്നാലേ അതിന് കറക്റ്റൊരു ലുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഓരോ ലൈൻസായിട്ട് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സാവധാനമാണ് ഞാൻ വരയ്ക്കുന്നത്.
എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ചിത്രവും വരയ്ക്കുന്നത്. മൂക്കിൻ്റെ പോർഷൻ ഡാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാതെ നോക്കണം നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത്. ഇനി ഒരു കട്ടിങ് കൊടുക്കാം. ഒരു ലൈറ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളൂടെ മാർക്ക് ചെയ്യാനുണ്ട് ഒരു ലൈനായിട്ട്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെയ്ഡിങ് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസായിട്ട് മാത്രമാണ് ഈ ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുള്ളത്. ലൈൻ ക്വാളിറ്റി നമുക്ക് കുറച്ച് ബെറ്റർ ആക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി കുതിരയുടെ ഹെയേഴ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിൻ്റെ പുറത്തുള്ള രോമങ്ങൾ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി എടുക്കുന്നില്ല. വളരെ തുടക്കക്കാർക്ക് ചെയ്യാൻ കഴിയണം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഓരോ ലൈൻസായിട്ട്. ഹെയർസ് മാർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ 4B 6B ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ വരച്ച് നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഹെയർസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബി പെൻസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.